ഹായ്, നമ്മളിന്ന് അടിപൊളിയൊരു മെന്റലിസം ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പേര് പറയും സാജിത, എൻ്റെ കെട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കുന്നതാകുമ്പോഴത്തേക്കും ഞാനെപ്പോഴും ഈ ബുക്സൊക്കെ വായിക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ബുക്സൊക്കെ വായിക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഷെർലക് ഹോംസിൻ്റെ സ്റ്റോറീസൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കാണിത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഥയുടെ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഈ ബുക്ക് നിൻ്റെ തരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിനക്ക് റാൻഡമായിട്ട് ഒരു വേർഡ് നിനക്കത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് അത് ഉദ്ദേശിക്കാം. ഇപ്പോൾ ഈ ബുക്ക് നീ കൈ പിടിച്ചോളൂ, ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം അത് മേളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, സ്ക്രോൾ ചെയ്തു അല്ലേ? ഇപ്പോൾ അതൊരു 2 പേജിൻ്റെ ഇടയ്ക്കായിട്ടാണോ നിൽക്കുന്നത്, അതോ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടാണോ നിൽക്കുന്നത്? 2 പേജിന്റെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ മേളത്തെ പേജ് വേണമെങ്കിലും താഴത്തെ പേജ് വേണമെങ്കിലും നിനക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് കുറേ വേർഡുകളൊക്കെ ഉണ്ടാവും അല്ലേ, ഒരുപാട് വേർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ താഴത്തെ പേജാണോ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ താഴത്തെ പേജ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ലോങ് ആയിട്ട് നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ വേർഡുകളിൽ ചിലപ്പോൾ ഒന്ന് അതിൻ്റെ അകത്ത് ഉണ്ടാവാം. എനിക്കറിയില്ല ഏതൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊരു കഥയിലെ സംഭാഷണങ്ങളാണ് മൊത്തവും. ഓക്കെ, അപ്പോൾ ആ സംഭാഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മേ ബി അതിൻ്റെ അകത്ത് ഉണ്ടാവാം. അത് ഒരു ചെറിയ, അതായത് ദിസ്, ദാറ്റ്, വാട്ട്, അതൊന്നുമല്ല, കുറച്ചും കൂടെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വേർഡ് ഒന്ന് നീ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒരു 10 ലെറ്റർ ആ ഒരു റേഞ്ചിലുണ്ടാവുമല്ലോ, 10 ലെറ്ററെങ്കിലും ഉണ്ടാവുമല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ഞാനതൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം അതിൽ ഫസ്റ്റ് ലെറ്റർ ഇതാ ഇവിടെ ഒന്ന് എഴുതുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. ഫസ്റ്റ് ലെറ്റർ ഒന്ന് എഴുതുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കാം. ഓക്കെ, അത് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൊരു വാക്കാണോ? അതായത് സാധാരണ എല്ലാവരുടെയും സാധാരണ ദിവസത്തിലുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഓക്കെ, അപ്പോൾ ഫോണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് ഫോണുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് എന്തെങ്കിലും ഓർമ്മയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വാക്കാണോ? ഓർമ്മയായിട്ട് ബന്ധമുള്ള വാക്കാണ്. ഓർമ്മയായിട്ട് ബന്ധമുണ്ട്. അപ്പം രണ്ടാമത്തെ അക്ഷരം എച്ച് ആണോ? അതെ. അപ്പോൾ ഉത്തരം ഫോട്ടോഗ്രാഫി അതാണോ? ഉത്തരം ഫോട്ടോഗ്രാഫിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത്രയും വേർഡുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ മെന്റലിസം എന്ന് പറയുന്നത് പ്യൂർലി ഒരു ആർട്ട് ഫോമാണ്. ദെയർ ഈസ് നോ മൈൻഡ് റീഡിംഗ് ടെക്നിക്. താങ്ക് യു.